അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് അസിൻക്രണസ് അപ്പ് ഡൗൺ റിപ്പിൾ കൗണ്ടർ. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ അസിൻക്രണസ് അപ്പ് കൗണ്ടിങ് പഠിച്ചു, അതുപോലെ തന്നെ അസിൻക്രണസ് ഡൗൺ കൗണ്ടിങ് പഠിച്ചു. ഈ അസിൻക്രണസ് അപ്പ് ഡൗൺ കൗണ്ടറിൽ നമുക്ക് അപ്പ് കൗണ്ടിങ്ങും അതുപോലെ തന്നെ ഡൗൺ കൗണ്ടിങ്ങും ചെയ്യാനായിട്ട് സാധിക്കും. അസിൻക്രണസ് അപ്പ് ഡൗൺ കൗണ്ടറിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് ഡിഫറൻസ് ആണ് വരുന്നത്. ഇതിലൊരു മോഡ് കൺട്രോൾ ഇൻപുട്ട് ഉണ്ടാവും, അതായത് അപ്പ് കൗണ്ടിങ് ആണോ ഡൗൺ കൗണ്ടിങ് ആണോ ചെയ്യേണ്ടത് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ മോഡ് കൺട്രോൾ ഇൻപുട്ട് ആണ്. മാത്രമല്ല ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ ഇടയിലായിട്ട് ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് വരുന്നുണ്ട്. മാത്രമല്ല ഇവിടെ പ്രീവിയസ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നുള്ള ഇൻപുട്ട്, അതായത് ക്യൂ ബാർ, നമ്മുടെ പ്രീവിയസ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് വരുന്ന ക്യൂ ബാർ ആണ് കോമ്പിനേഷണൽ സർക്യൂട്ടിലേക്ക് ഇൻപുട്ടായിട്ട് വരുന്നത്. ഈ കോമ്പിനേഷണൽ സർക്യൂട്ടിൽ ഒരു മോഡ് കൺട്രോൾ ഇൻപുട്ട് കൂടി ഉണ്ടാവും. ഇനി ഇവിടെ നിന്ന് ലഭിക്കുന്ന ഔട്ട്പുട്ട് വൈ, അതായത് ഈ ഒരു വൈ ഔട്ട്പുട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കായിട്ട് നൽകുന്നത്. അറിയാലോ, അതായത് ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് വൈ ആണ് നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കായിട്ട് നൽകുന്നത്. ഹിയർ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം m=0, എമ്മിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ y=q, വൈയുടെ വാല്യൂ q ലഭിക്കുന്നു. സോ y=q എന്ന് പറയുമ്പോൾ എന്താ, തൊട്ടടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് നമ്മളുടെ q ഔട്ട്പുട്ടാണ് ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ എന്ത് ലഭിക്കുന്നത്, അപ്പ് കൗണ്ടിങ് ലഭിക്കുന്നത്. അതുപോലെ അസിൻക്രണസ് ഡൗൺ കൗണ്ടർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്, അവിടെ ക്യൂ ബാറാണ്, ക്യൂ കോംപ്ലിമെൻ്റ് ആണ് തൊട്ടടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് നൽകുന്നത്. അതായത് m=1 ആകുമ്പോൾ, എമ്മിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ y=q ബാർ ആകുന്നു. അതുകൊണ്ട് അവിടെ ഡൗൺ കൗണ്ടിങ് ആണ് നടക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, അസിൻക്രണസ് അപ്പ് ഡൗൺ റിപ്പിൾ കൗണ്ടറിൽ ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്, മോഡ് കൺട്രോൾ ഇൻപുട്ടും വരുന്നുണ്ട്. ആ മോഡ് കൺട്രോൾ ഇൻപുട്ടിന് അനുസരിച്ചിട്ടാണ് അപ്പ് കൗണ്ടിങ് ആണോ ഡൗൺ കൗണ്ടിങ് ആണോ എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത്. ഇനി അടുത്തതായിട്ട് അസിൻക്രണസ് അപ്പ് ഡൗൺ കൗണ്ടറിൻ്റെ ട്രൂത്ത് ടേബിൾ, അതിങ്ങനെയാണ് വരുന്നത്. നമ്മൾ ക്യൂ ബാർ എന്ന് എഴുതുക, ദെൻ 0 0 0 0 0 1 തുടങ്ങി 1 1 1 വരെയുള്ള എല്ലാ കോമ്പിനേഷൻസും നമ്മൾ ആദ്യം എഴുതുന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എമ്മിൻ്റെ വാല്യൂ 0 വരുന്ന കേസുകളും അതുപോലെ തന്നെ എമ്മിൻ്റെ വാല്യൂ 1 വരുന്ന കേസുകളും. സോ ഹിയർ 0 0 0, ഇവിടെ എമ്മിൻ്റെ വാല്യൂ എന്താ വരുന്നത്, 0 ആണ്. സോ നമുക്കറിയാം m=0 ആകുമ്പോൾ നമുക്ക് y=q ആണ് ലഭിക്കുന്നത്. അതായത് ഇവിടെ വൈയുടെ വാല്യൂ എന്താ, q തന്നെയാണ്. സോ 0 0 1 1, അത് തന്നെയാണ് ഇവിടെ വരുന്നത്, 0 0 1 1. നെക്സ്റ്റ് കേസ് വരുമ്പോൾ എമ്മിൻ്റെ വാല്യൂ 1 ആയിട്ട് മാറുന്നുണ്ട്. സോ 1 1 1 വരുമ്പോൾ വൈയുടെ വാല്യൂ q ബാർ ആണ്. അതായത് ഹിയർ വൈയുടെ വാല്യൂ എന്താ, ക്യൂവിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് എടുക്കുക, വൈ q ബാർ ആണ്, അതായത് 0 1 0 1. സോ ഹിയർ വൈയുടെ വാല്യൂ 0 1 0 1. ഈ രീതിയിലാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. ഇനി നമുക്ക് എന്താ വേണ്ടത്, നമുക്കൊരു കോമ്പിനേഷണൽ സർക്യൂട്ട് ഡിസൈൻ ചെയ്യണം അല്ലേ. സോ കോമ്പിനേഷണൽ സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്തത് K-മാപ്പ് യൂസ് ചെയ്ത് ആദ്യം തന്നെ ഇക്വേഷൻ നമ്മൾ നോർമലൈസ് ചെയ്യും. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ 1 വരുന്ന കേസുകളെല്ലാം നമ്മൾ എടുത്ത് എഴുതുക. അതായത് ഇവിടെ നമുക്ക് 4 പൊസിഷനിലാണ് 1 ലഭിക്കുന്നത്. സോ 0 1 1, അതുപോലെ തന്നെ 0 1 0, ദെൻ 1 0 1 1 1 1. ഈ ഒരു 4 സിറ്റുവേഷൻസിലാണ് നമുക്ക്, ഈ കോമ്പിനേഷൻസിലാണ് 1 ലഭിക്കുന്നത്. ഇനി നമ്മൾ K-മാപ്പ് സോൾവ് ചെയ്യുമ്പോൾ, അതായത് K-മാപ്പ് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ, K-മാപ്പ് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത് y=m q ബാർ പ്ലസ് m ബാർ q. ഇതാണ് നമ്മുടെ കോമ്പിനേഷണൽ സർക്യൂട്ട്. അതായത് ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ ഇടയിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടാണ്. നമുക്കറിയാം ഇവിടെ m ബാർ എന്ന് പറയുമ്പോൾ ഒരു ആൻഡ് ഗേറ്റ് ആണ് വരുന്നത്. ഇത് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് പ്ലസ് സൈൻ, അതായത് ഓർ ഗേറ്റ് ആണ് വരുന്നത്. ഇനി നമുക്ക് അസിൻക്രണസ് അപ്പ് ഡൗൺ കൗണ്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, ലോജിക് സർക്യൂട്ട് പരിചയപ്പെടാം. ഇത് കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിളാണ്. നമ്മളുടെ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് 3 JK ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ യൂസ് ചെയ്തു. മാത്രമല്ല ഇവിടെ ഓരോ JKയുടെ വാല്യൂ നമ്മൾ ടോഗിൾ ചെയ്ത കണ്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. ആയതുകൊണ്ട് എല്ലാ JKയുടെ വാല്യൂസ് നമ്മൾ ഹൈ ആയിട്ട് സെറ്റ് ചെയ്തു. പിന്നെ നമുക്കറിയാം ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ ഇടയിലായിട്ട് നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ അവിടെ m ബാർ q പ്ലസ് m q ബാർ എന്നാണ് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു 2 ആൻഡ് ഗേറ്റും അത് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഓർ ഗേറ്റ് യൂസ് ചെയ്തു. ആ സെയിം സംഭവം തന്നെയാണ് തൊട്ടടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ ഇടയിലായിട്ടും വരേണ്ടത്, 2 ആൻഡ് ഗേറ്റും ഒരു ഓർ ഗേറ്റും വരുന്നത്. പിന്നെ ഒരു നെഗറ്റീവ് എഡ്ജ് ട്രിഗർഡ് ക്ലോക്ക് പൾസ് ആണ് നൽകിയിരിക്കുന്നത്. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ പറഞ്ഞ പോലെ ജെയുടെയും കെയുടെയും വാല്യൂ ഹൈ ആയിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമുക്കറിയാം ഇവിടെ ഒരു മോഡ് കൺട്രോൾ ഇൻപുട്ട് വരുന്നുണ്ട്, m ബാറും എമ്മും വരുന്നുണ്ട്. സോ m ബാർ ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു നോട്ട് ഗേറ്റ് യൂസ് ചെയ്ത് m ബാർ ദെൻ m. ഇനി നമുക്ക് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, എങ്ങനെയാണ് ഇവിടെ അപ്പ് കൗണ്ടിങ്ങും അതുപോലെ തന്നെ ഡൗൺ കൗണ്ടിങ്ങും നടക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ m=0 ആവുന്നൊരു കേസ് എടുക്കാം.
ഇവിടെ എമ്മിൻ്റെ വാല്യൂ 0 ആവുന്ന കേസിൽ നമുക്ക് നോക്കാം. അതായത് എം ഈക്വൽ ടു 0 ആണ്. അതായത് ആദ്യത്തെ ആൻഡ് ഗേറ്റ് എം ബാർ ക്യൂ ആണ് വരേണ്ടത് അല്ലേ. അതായത് എം ഈക്വൽ ടു 0 ആകുമ്പോൾ ഫസ്റ്റ് ആൻഡ് ഗേറ്റിലേക്ക് വരുന്നത് 0യുടെ കോംപ്ലിമെൻ്റ് ആണ് 1. സോ 1 ഇൻറ്റു Q1 ആണ് വരുന്നത്. അതായത് 1 ഇൻറ്റു Q1 എന്ന് പറയുമ്പോൾ ഈ ഒരു ആൻഡ് ഗേറ്റിന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താ, Q1 തന്നെയാണ്. ഇനി സെക്കൻഡ് ആൻഡ് ഗേറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എം ക്യൂ ബാർ ആണ്. അതായത് എം എന്ന് പറയുന്നത് 0 ആണ്. 0 എന്ന് പറയുന്ന വാല്യൂ ആണ് ഇവിടേക്ക് വരുന്നത്. അതായത് 0.Q1 ബാർ ആണ്. നമുക്കറിയാം 0 വന്നു കഴിഞ്ഞാൽ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും കിട്ടുന്നത്. അതായത് ഈ ഒരു കേസിൽ ഇവിടെ മാത്രമാണ് നമുക്ക് Q1 ലഭിക്കുന്നത്. ഹിയർ 0 ആണ് വരുന്നത്. അതായത് ഈ ഒരു ഓർ ഗേറ്റ് വഴി ഔട്ട്പുട്ട് പാസ് ചെയ്യുമ്പോൾ Q1 ആണ് ഔട്ട്പുട്ട് പാസ് ചെയ്യുന്നത്. അതായത് എം ഈക്വൽ ടു 0 ആകുമ്പോൾ y ഈക്വൽ ടു Q1 ആണ് ഫസ്റ്റ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. അതുപോലെ എം ഈക്വൽ ടു 0 ആകുമ്പോൾ y ഈക്വൽ ടു Q2 ആണ് ഇവിടെ ഔട്ട്പുട്ട് ലഭിക്കുന്നത്. ഈ രീതിയിലാണ് തൊട്ടടുത്ത ഔട്ട്പുട്ട് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ നടക്കുന്നത് അപ്പ് കൗണ്ടിങ് ആണ്. ക്ലിയർ ആയല്ലോ. ഇതുപോലെ തന്നെ തിരിച്ച് അടുത്തൊരു കണ്ടീഷൻ എടുക്കാം. എം ഈക്വൽ ടു 1 ആക്കി മാറ്റാം. സോ എം ഈക്വൽ ടു 1 ആകുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ആൻഡ് ഗേറ്റിൻ്റെ ഫസ്റ്റ് ആൻഡ് ഗേറ്റിലേക്ക് വരേണ്ടത് എം ബാർ ക്യൂ ആണ്. സോ 1 ആകുമ്പോൾ എം ബാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുക. സോ ഫസ്റ്റിലേക്ക് വരുന്നത് 0 എന്ന വാല്യൂ ആണ്. 0.Q1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഗേറ്റിൻ്റെ വാല്യൂ 0 ആയിട്ട് മാറും. തൊട്ടടുത്തതിലേക്ക് വരുമ്പോൾ ഇവിടെ എം ക്യൂ ബാർ ആണ്. അതായത് 1.Q ബാർ ആണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ ക്യൂ ബാർ ആണ് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നത്. അതായത് രണ്ടും ഗേറ്റ് കൂടി ഓർ ചെയ്ത് ലഭിക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത് എന്താ, ക്യൂ ബാർ ആണ്. അതായത് ക്യൂ കോംപ്ലിമെൻ്റ് ആണ് പാസ് ചെയ്യുന്നത്, അടുത്ത ഗേറ്റിന് ഇൻപുട്ടായിട്ട് പാസ് ചെയ്യുന്നത്. അതായത് എം ഈക്വൽ ടു 1 ആകുമ്പോൾ y ഈക്വൽ ടു ക്യൂ കോംപ്ലിമെൻ്റ് ആകും. സോ ഇവിടെ ഡൗൺ കൗണ്ടിങ് ആണ് നടക്കുന്നത്. ഈ ഒരു രീതിയിലാണ് മോഡ് കൺട്രോൾ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അസിൻക്രണസ് സബ് കൗണ്ടർ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ടോപ്പിക്കാണ്, മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി വളരെ ഡീറ്റെയിൽ ആയിട്ട് വാട്ട് ഈസ് അസിൻക്രണസ് സബ് കൗണ്ടർ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എല്ലാം നമ്മുടെ PPTയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. താങ്ക്